ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ ഉലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാ പറഞ്ഞത്. ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. പാണക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്. അത് അവർ സ്വപ്നം കാണുകയാണ്. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ വാരിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. അത് അവർ സ്വപ്നം കാണുകയാണ്. 90% വരുന്ന മുസ്ലിം ലീഗുകൾ സുന്നികളാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റ മുസ്ലിം ലീഗാണ് സാധ്യമാണോ നിങ്ങൾ വെല്ലുവിളിച്ചു? സമുദായത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിഷവിത്തുകൾ പാകരുത്. ഇന്നത്തെ ഈ കേരളം ഉണ്ടല്ലോ, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് ഈ കേരളം. ലോക മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ലോകത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തി അനിഷേധ്യമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഈ കേരളക്കരയിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി, അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛ, അങ്ങനെ ഒരു രാഷ്ട്രീയ ഫോഴ്സ് ലോകത്ത് തന്നെ ഈ കേരളക്കരയിലേ ഉള്ളൂ. ആ ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ സ്പന്ദനങ്ങളെ തകർക്കാൻ, ഇസ്ലാമിന്റെ മനോഹാരിതയെ തകർക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ഭാഗം. ഇത് തകർക്കുക, അത് ലീഗിന് നേരെ മാത്രമല്ല, സമസ്തയുടെ ഉരുക്കുകോട്ടയെ തകർക്കാൻ. മാത്രമുള്ള ലീഗിന് ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% കൈകാര്യം ചെയ്യാനുള്ള സുരക്ഷിത, അതിന്റെ ജന്മാവകാശം, അതിന്റെ സ്വീകരണാവകാശം കോൺഗ്രസ് അല്ലേ ലീഗിന് കൊടുത്തത്? എന്നിട്ട് ഈ രാജ്യത്ത് വല്ല നേട്ടമുണ്ടായോ? 100-ൽ സംശയം പോലും 67% റവന്യൂ വകുപ്പ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ ഒരു ഹിന്ദു സമുദായത്തിന്റെ മനസ്സിലില്ല. വിശ്വാസമാണ് അവർക്ക് ലീഗിനെ, മുസ്ലിം ഉമ്മത്തിനെ. അവർക്കറിയാം 67% കേരളത്തിലെ ഖജനാവ് തന്നെ കൊണ്ടുപോയി ഭദ്രമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരിടം കേരളക്കരയിലുണ്ടെങ്കിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ്.